الحمد لله وكفى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي الرحمة وسيد الأمة قادة الحق وسادة الخلق وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى صدق الله العظيم وقال النبي صلى الله عليه وسلم اكتب مني فوالله ما يخرج مني إلا الحق أو كما قال عليه السلام. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മഹത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, വളരെ മഹനീയമായ ഒരു മജ്ലിസിലാണ് നാം എല്ലാവരും ഇപ്പോൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധമായ ഈ ബുഖാരി മജ്ലിസും അതിൻ്റെ ശ്രേഷ്ഠതകളും ചെറിയ ഒരു കാര്യമല്ല. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമുണ്ട്. അത് നമ്മൾ തിലാവത്ത് ചെയ്യും. ഇതേപോലെ ഒരുമിച്ച് കൂടിയിരുന്ന് ഓതി നമ്മൾ ഈസാല് സവാബ് ചെയ്യും. ഒരുപാട് തബറുക്കുകളൊക്കെ അതിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെയാണ് പരിശുദ്ധമായ ബുഖാരി. ഇതും ഒരു തിലാവത്താണ്. മുൻകാലഘട്ടങ്ങളിലെ പല രാജ്യങ്ങളിലും പരിശുദ്ധമായ ബുഖാരി ഷരീഫ് ഓതി ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു തുണി വിരിച്ച് അതിൻ്റെ ചുറ്റിലും ഇരുന്ന് ബുഖാരി ഓതി അവസാനം ആ തുണി ഈ രോഗികളുടെ ശരീരത്തിൽ കൊണ്ടുപോയി ഇടുകയും അതിലൂടെ രോഗം ശിഫയാവുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അതേപോലെ വെള്ളം കൊണ്ടുവെക്കുക, ബുഖാരി ഷരീഫ് ഓതുക, അതിൽ ഊതി ധാരാളം രോഗികൾക്ക് അത് കൊടുക്കുകയും പലർക്കും ശിഫ ഉണ്ടാകുകയും ചെയ്ത ചരിത്രങ്ങളുമുണ്ട്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അതിരാമ്പട്ടണം ഹസ്രത്ത് അവറുകൾ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അതിരാമ്പട്ടണം ആ മജ്ലിസിൽ 88 വർഷമായി നടന്നു വരികയാണ്. ബുഖാരി, ഫത്തം ബുഖാരി 88-90 വർഷമായി അവിടെ നടന്നു വരുന്നു. പലർക്കും അതുകൊണ്ട് പല ഗുണങ്ങൾ, ഫായിദകൾ, സവാബുകൾ, ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നും അത് നിലനിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് തുടങ്ങാൻ ഒരു ഭാഗ്യം കിട്ടി, അതിൽ പങ്കാളികളാകാനും ഒരു ഭാഗ്യം കിട്ടി. അതൊരു ചെറിയ കാര്യമല്ല. ഇതും ഒരു തിലാവത്ത് തന്നെയാണ്. അപ്പൊ തിലാവത്ത് ഓതുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നതായതുകൊണ്ടാണ് നമ്മൾ അത് ഓതുന്നത്. തിലാവത്ത് പ്രസിദ്ധമായ ഖുർആനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണമെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്ത തത്വങ്ങളാണ്, ആ ആശയങ്ങളാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിലാവത്ത് പോലെ, ഖുർആൻ ഓതുന്നത് പോലെ നമുക്കിത് ഓതിയാൽ അതിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. ഒരുപാട് ഹാജത്തുകൾ നിറവേറ്റാൻ കഴിയും. അത് മഹാന്മാരതൊക്കെ മുജറബായ അമലായി നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും അൽഹംദുലില്ലാഹ് ഖത്തമുൽ ബുഖാരിയിൽ പങ്കെടുക്കാനും കൂടാനും ഒരുമിച്ച് കൂടാനും ഒക്കെ പരിശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ഇതിന്റെ മഹത്വം എത്രത്തോളം എന്നറിയില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ വരുമ്പോൾ പെണ്ണുങ്ങൾ ഒരു 10-15 പെണ്ണുങ്ങൾ കാണും. അതിരാമ്പട്ടണമൊക്കെ പോയാൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങളാണ്, സ്ത്രീകൾ ആയിരക്കണക്കിനാണ്, പുരുഷന്മാരും ഉണ്ട് 10,000-ഓളം ആൾ. എല്ലാ ദിവസവും 40 ദിവസം, അത് സുബഹി കഴിഞ്ഞ ഉടനെ. നമുക്ക് ഈ അസർ കഴിഞ്ഞ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം പോലെ ഫ്രീ ആയ സമയമാണ്. നമ്മുടെ കുട്ടികളെയും മക്കളെയും ആൺപെൺമക്കൾ എല്ലാവരും ഈ ബുഖാരിയോടുള്ള മഹത്വം മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നിരുന്ന് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മജ്ലിസിലിരുന്ന് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു ബർക്കത്ത് കൊണ്ട് മാറിക്കിട്ടിയാൽ എത്ര വലിയ ഭാഗ്യമാണ്. പക്ഷെ അതിന്റെ മഹത്വം നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. ചെറിയൊരു കാര്യമല്ല ഈ ബുഖാരി.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയെ കുറിച്ചൊക്കെ നമുക്ക് പറയണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10-15-20 മിനിറ്റ് കൊണ്ടല്ല. ഈ ഒരു ഹദീസുകൾ നമ്മളിവിടെ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ അത് പഠിപ്പിക്കപ്പെടുന്നു. ഇത് ചെറിയ ഒരു ത്യാഗമല്ല ഒരു ഹദീസ് ഉണ്ടാക്കുക എന്നുള്ളത്, ഒരു ഹദീസ് പഠിക്കുക എന്നുള്ളത്. നമുക്ക് ഇന്ന് വളരെ സുലഭമായ നിലയിൽ ഇന്ന് നമ്മുടെ മുന്നിൽ കിതാബുണ്ട്. എല്ലാം നല്ല ബൈൻഡൊക്കെ ചെയ്ത് പ്രിന്റ് ചെയ്ത് അതിൻ്റെ ഹർക്കത്തുകൾ ഇഅ്റാബുകളൊക്കെ ഇട്ട് നമുക്ക് വളരെ സരളമായി വായിച്ചു പോകാവുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഹദീസുകളുള്ളത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ ഹദീസ് പഠിച്ചവർ, ഈ ഹദീസ് മനസ്സിലാക്കിയവർ, ഈ ഹദീസ് ലോകത്തിന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്ത മഹാപണ്ഡിതന്മാർ 4 പേരാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് അലി ഇബ്നു മദീനി റഹ്മഹുല്ലാഹ്, അബൂ സുർഅ റഹ്മഹുല്ലാഹ്, യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു റഹ്മഹുല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്, യഹ്യ ഇബ്നു മഈൻ റഹ്മഹുല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്. ഈ 4 പേരാണ് കസീറത്തുൽ ഖിതാബ്, ഏറ്റവും കൂടുതൽ ഹദീസുകൾ എഴുതിയവരാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് ഈ 4 പേരിൽ നിന്നാണ് ഹദീസുകളെ ധാരാളമായി മറ്റുള്ളവരിലേക്ക് എത്തിയത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ അല്ലല്ലോ. ഇന്ന് നമുക്ക് മൊബൈൽ ഉണ്ട്, നമുക്ക് കിതാബുണ്ട്, നമുക്ക് എഴുതാൻ പേനയുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള റെക്കോർഡിംഗ് സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കായ ഹദീസുകൾ എഴുതുകയും ക്രോഡീകരിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്തവരായിരുന്നു ആ മഹത്തുക്കൾ. നമ്മളൊക്കെ ഇന്ന് ഖുർആൻ കാണാൻ പഠിച്ചാൽ ഹാഫിദ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഹാഫിദ് 1,00,000 ഹദീസ് കാണാതെ പഠിച്ചവർക്കാണ് ഹാഫിദ് എന്ന് പറയുക. നമ്മൾ പക്ഷെ അതല്ല, ഇന്ന് മാറി ഖുർആൻ പഠിച്ചവർ ഹാഫിദായി. 3,00,000 ഹദീസ് കാണാതെ പഠിച്ചാൽ ഹുജ്ജത്ത് എന്ന് പറയപ്പെടും. നമ്മളിന്ന് പ്രസംഗത്തിന് പ്രാസംഗികൻ അൽ ഹാഫിദ് എന്നൊക്കെ എഴുതും. അതിന്റെ മുന്നിൽ ഒരു ഹുജ്ജത്ത് ഇ.പി. കാസിം എന്ന് എവിടെയെങ്കിലും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലിമിനെ കാണാൻ പറ്റുമോ? കാരണം 3,00,000 പോയിട്ട് 30 ഹദീസ് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റൂല. യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു തആല അൻഹു 7,00,000 ഹദീസ് കാണാതെ പഠിച്ചു. 7,00,000-ഓളം ഹദീസ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, അബൂ സുർഅ റളിയല്ലാഹു തആല അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചു, എഴുതി. എങ്ങനെ എഴുതുന്നത്? നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ ഈസി ആയിട്ട് ഒരു പേന കുത്തി വെച്ച് പെട്ടെന്ന് എഴുതലല്ല. മഷിക്കുപ്പിയില് കമ്പ് വിട്ട് കുത്തി അത് 2 വരി. ഇന്ന് നമുക്കറിയാലോ, തത്സമാത്തിലൊക്കെ പോയിട്ടുള്ളവർ അല്ലെങ്കിൽ കാണുമ്പോഴേ ഉസ്താദന്മാരൊക്കെ എഴുതുമ്പോൾ നമുക്കറിയാം എന്ത് ത്യാഗം സഹിച്ച ആ പ്ലേറ്റിൽ എഴുതുന്ന ഒരായത്തെ കുറിച്ച് എഴുതാൻ എത്ര മണിക്കൂർ സമയം വേണ്ടി വരും. 2 ഹർഫുകൾ ഇതേപോലെയാണ് മഷിക്കുപ്പയിൽ കുത്തി, പേന കമ്പ് കൊണ്ട് കുത്തി എഴുതി 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 ലക്ഷക്കണക്കിന് 7,00,000-ഓളം ഹദീസുകൾ അവരെഴുതി സൂക്ഷിച്ചു ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി. എത്ര വർഷങ്ങളായിരിക്കും? ഇമാം ബുഖാരി തങ്ങൾ അവർ ചെറിയ രീതിയിലാണ് പഠിച്ചത്. വർഷങ്ങളായി 16 വർഷത്തോളം 10,000-കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് പഠിച്ചെടുത്തതാണ്, കൊണ്ടുവന്നതാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ഹദീസ്. നമുക്ക് വളരെ സർവ്വസാധാരണമായ അരമണിക്കൂർ കൊണ്ട് ഓതി തീർക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് ഓതി തീർക്കാം. 16 വർഷം ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഒരു ഹദീസ് എഴുതുന്നതിന് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുമായി മുനാജാത്തിൽ ഏർപ്പെട്ട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇൽഹാം കൊണ്ടുവന്നിട്ടാണ് മഹാനവറുകൾ അത് എഴുതുക, രേഖപ്പെടുത്തുക. സർവ്വസാധാരണമായിട്ടൊന്നുമല്ല. അങ്ങനെയായിരുന്നു 2000-ഓളം ഹദീസുകൾ അദ്ദേഹം അത് വളരെ സഹീഹായ നിലയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചെന്നത്. ഓരോ ഹദീസിനും 2 റക്അത്തുകൾ നമസ്കരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട മഹാനുകൾ വെറുതെ ആയിരുന്നില്ല, ത്യാഗം സഹിച്ചു. ത്യാഗത്തിലൂടെ കിട്ടിയതാണ് ഈ ഹദീസുകൾ. ത്യാഗത്തിലൂടെയാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഈ ഹദീസുകൾ നമ്മളിന്ന് പഠിക്കുന്നതും ഇത് കേൾക്കുന്നതും ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജനങ്ങൾക്കോ നാട്ടുകാർക്കോ ഇതിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? എന്താണ് ബുഖാരി എന്ന് പോലും അവർക്കറിയില്ല. ബുഖാരി ഇമാം ആരാണെന്ന് പോലും അറിയില്ല. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം തങ്ങളുടെ ത്യാഗം എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. അസഹുൽ കുതുബി ബഅദൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആനിന് ശേഷം അടുത്ത സ്ഥാനം ഈ മുബാറക്കായ ഗ്രന്ഥത്തിനാണ്. ഇത് ഓതിയിട്ട് നിങ്ങൾ രോഗികളുടെ മേൽ ഓതി ശിഫ ഉണ്ടാകും. രാവിലെ നിങ്ങൾ 1 ജുസ് ഓതുന്നത് പോലെ സുബഹി കഴിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ ഒരു 2 ഹദീസ് 3 ഹദീസ് വീതം ഓത്. എന്നിട്ട് ഒരു നിയ്യത്തെടുക്ക്, ഇൻഷാ അല്ലാഹ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമായി ഈ ബുഖാരി ശരീഫ് മുഴുവനും ഓതി തീർക്കും. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാത്തത് എന്ത്? വളരെ ത്യാഗം സഹിച്ചല്ലേ നമുക്കിത് എത്തിച്ചെന്നത്. ഈ ഹദീസ് പഠിക്കാൻ പണ്ഡിതന്മാർ ത്യാഗം സഹിച്ചത് ചെറിയ കാര്യമല്ല. മഹാന്മാർ ത്യാഗം സഹിച്ച ത്യാഗങ്ങൾ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. നമുക്കിപ്പം ഇവിടെ ഇപ്പം മന്നാനിയാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അറബി കോളേജിലാകട്ടെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം മുന്നിലെത്തുന്നു, നിങ്ങൾക്ക് നല്ല ഫാന് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകാനുള്ള കാറ്, വിളിക്കാൻ മൊബൈൽ ഫോണ്, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, കിടക്കാൻ നല്ല സുഖം, സൗകര്യം, പണം ചെലവാക്കാൻ ആളുകൾ. നമുക്ക് ഇൽമു പഠിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമില്ല.
പക്ഷെ ബഹുമാനപ്പെട്ട മഹാന്മാർ ഇന്ന് ഈ പറഞ്ഞ പോലെ അബൂ സുറഅ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു മദീനി റളിയല്ലാഹു തആല അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ പഠിച്ചത് എങ്ങനെയാണ് ത്യാഗം എന്താണ്? ഞാനടക്കം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ത്യാഗം സഹിക്കുന്നതല്ല, നമ്മളോട് പറയാണ്. ഞാനടക്കം ആദ്യം എന്നോട്, പിന്നീടാണ് നിങ്ങളോട്. അവര് ത്യാഗം സഹിച്ചു പോയി. നമ്മുടെ പോലെ ഇന്നത്തെ പോലെ സ്പീഡിൽ കാറിൽ അടിച്ചു വിട്ട് പോയല്ല പഠിച്ചത്. അവര് നടന്ന് കിലോമീറ്ററുകൾക്കപ്പുറം നടന്ന് കാലെല്ലാം പൊട്ടി ഒലിച്ചു, മുടിയൊക്കെ വളർന്ന്, ഒന്നും വെട്ടാനുള്ള ഒരു വഴിയുമില്ല, അഴിക്കു പിടിച്ച വസ്ത്രങ്ങളുമായിട്ടാണ് പോയത് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട്. ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല ഒരു മുഹദ്ദിസാണ്. അദ്ദേഹം സ്പെയിനിൽ നിന്ന് ഇറാഖിൽ നിന്ന് താമസിക്കുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് പോവുകയാണ് ഇൽമു പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ. അവിടെ എന്തോ 10 ഹദീസ് കിട്ടിയെന്നറിഞ്ഞ് മാസങ്ങളോളം വെയിലും ചൂടും വിശപ്പും ദാഹവും സഹിച്ച് അദ്ദേഹം യാത്ര ചെയ്തു, മാസങ്ങളോളം. നമ്മുടെ കൂട്ടത്തെ സൂപ്പർ ഫാസ്റ്റ് ഒന്നുമില്ല, വളരെ ത്യാഗം സഹിച്ച് മാസങ്ങളോളം യാത്ര ചെയ്ത് ഇറാഖിലെത്തി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആലയുടെ അരികിലെത്തി. അന്ന് അവിടുത്തെ വലിയ പ്രശ്നം ഖവാരിജിയാക്കളെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ, മുഅ്തസിലിയാക്കളെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാഹയെ അവിടെ വീട്ടുതടങ്കലിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. പുറത്തൊരാൾക്ക് പഠിപ്പിക്കുകയോ ഹദീസ് പഠിപ്പിക്കുകയോ പള്ളിയിൽ പോവുകയോ ആരുമായി ഒരു സമ്പർക്കം പുലർത്തുകയോ പാടില്ല എന്ന് കർശന ഓർഡറാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകുന്നത്, ഇൽമു പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ. പോയി ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ വീടിന്റെ വാതിൽ മുട്ടി. മഹാനവറുകൾ വാതിൽ തുറന്നു കൊടുത്തു. എന്താ വന്നത്? ഹദീസ് പഠിക്കാൻ വന്നതാണ്. എവിടെ നിന്നാണ്? സ്പെയിൻ, ഇത്ര ദൂരത്ത് നിന്നാണ്. മാസങ്ങളോളം യാത്ര ചെയ്ത് വന്നതാണ്. കാലെല്ലാം പൊട്ടി, വേറെ വസ്ത്രങ്ങളൊന്നുമില്ല, മുടിയെല്ലാം ജട പിടിച്ചു പോയി. ഒരു ഹദീസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ്, ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, അതുകൊണ്ട് ദയവേത് നിങ്ങൾ പോയിക്കോണം, ഇവിടെ നിൽക്കരുത്, പോ. ആട്ടി ഓടിച്ചു വിട്ടു. അദ്ദേഹം വീട്ടിൽ അടുത്തൊരു സ്ഥലത്ത് പള്ളിയിൽ പോയി കിടന്ന് ഉറക്കം വരുന്നില്ല. പടച്ചവനെ, കിലോമീറ്റർ കണക്ക് യാത്ര ചെയ്തതിന്റെ കാലെല്ലാം പൊട്ടി, ഉപ്പൂറ്റിയെല്ലാം പൊട്ടി, ഒലിക്കുന്ന രക്തം വാർന്നൊലിച്ച് ഞാൻ ഇത്ര ത്യാഗം സഹിച്ചുവെന്ന് ഒരു ഹദീസ് പഠിക്കാൻ മഹാനവറുകളുടെ അടുത്ത് വന്നപ്പോ എനിക്കൊരു നിരാശയാണല്ലോ ഇതിന്റെ ഫലം. ബഹുമാനപ്പെട്ട ബഖീ ഇബ്നു മഖ്ലദ് പിറ്റേ ദിവസം വന്നു. മഹാനവരുടെ വാതിൽ തട്ടി വിളിച്ച് തുറന്നു. എന്താ? ഒരു ഹദീസ് പഠിക്കാൻ. നിങ്ങളുടെ തന്നെ ഇന്നലെ പറഞ്ഞത് ഇവിടെ പ്രശ്നങ്ങളാണ് പോണത്. ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു ഒരു അദ്ദേഹം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുള്ളാഹുടെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും യാചകന്റെ രൂപത്തിൽ ഒരു പാത്രമെടുത്ത് ഓരോ വീട് തോറും യാചിച്ച് വരാം. നേരെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം വരൂല. കാരണം ഞാൻ ഒരു യാചകനാണെന്ന് ജനങ്ങൾ അറിയണം, ഒരു പിച്ചക്കാരനാണെന്ന് ജനങ്ങൾ അറിയണം. അതുകൊണ്ട് ഒരു 10 വീടിനപ്പുറത്ത് നിന്ന് ഞാൻ ഇങ്ങനെ യാചിച്ച് അങ്ങയുടെ മുന്നിലേക്ക് എത്തുമ്പോ ഓരോ ഹദീസും എനിക്ക് എഴുതി ആ പാത്രത്തിൽ തന്നാൽ മതി. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അംഗീകരിച്ചു. എല്ലാ ദിവസവും അങ്ങനെ വന്ന് നിന്ന് പഠിച്ചു. ബഖീ ഇബ്നു മഖ്ലദ് ഒരു മുഹദ്ദിസ് അല്ലേ? ഇൽമു പഠിച്ചതിന്റെ ത്യാഗം അങ്ങനെയാണ് പഠിച്ചു. ഇന്ന് ആ ഹദീസുകൾ മുഴുവനും നമ്മുടെ മുന്നിലുണ്ട്. എത്ര ഹദീസ് നമുക്കറിയാം, അല്ലെങ്കിൽ ഈ ഹദീസിലൂടെ നമുക്ക് എന്ത് മര്യാദയും വിലയുമുണ്ട്. യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു തആല അൻഹു 7 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ച ആളാണ്. അദ്ദേഹം അവസാനമായി ഹജ്ജ് ചെയ്യാൻ വന്നു. ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്ന് കുളിച്ച് വൃത്തിയായി നല്ല പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോകാൻ വേണ്ടി സിയാറത്തിന് വേണ്ടി തയ്യാറാകുമ്പോഴേക്കും അദ്ദേഹം വഫാത്തായി. അങ്ങോട്ടേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ നാട്ടുകാർക്ക് മുഴുവനും സുപരിചിതനായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈലിൽ ഫോട്ടോ മറ്റ് സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടം. യഹ്യ ഇബ്നു മഈൻ എന്ന് കേട്ടാൽ അറിയാം, വലിയ മുഹദ്ദിസാണ്, ഹദീസുകൾ പഠിച്ച വ്യക്തിയാണ്, എഴുതി തന്ന വ്യക്തിയാണ്, ലോകത്ത് വ്യാപിപ്പിച്ച വ്യക്തിയാണ്, 7 ലക്ഷത്തോളം ഹദീസ് കാണാതെ പഠിച്ച വ്യക്തിയാണ് യഹ്യ ഇബ്നു മഈൻ. എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വഫാത്തായി എന്നറിഞ്ഞു. മദീന കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയമായിരുന്നു അവിടെ. എല്ലാ ഭാഗത്തു നിന്ന് ഭരണാധികാരികൾ അടക്കം അവിടെ എത്തി അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ. അന്നത്തെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാർ ബനു ഹാഷിമിൽ പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ വന്നിട്ട് പറഞ്ഞു, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ മുബാറക്കായ കൈകൊണ്ട് എഴുതി ലക്ഷങ്ങളോളമുള്ള ഹദീസുകൾ എഴുതി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ
യഹ്യ ഇബ്നു മുആദ് എന്ന ഈ മഹാമനുഷ്യനെ ഞങ്ങൾക്ക് ജീവിച്ചിരുന്ന സമയത്ത് ആദരിക്കാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ മയ്യത്ത് കുളിപ്പിക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിച്ച ആ പലക കഷണത്തിലിട്ട് ആ പലകയിലിട്ട് ഈ മഹാനവറുകളുടെ മയ്യത്ത് കുളിപ്പിക്കുകയും ആ പലകയിൽ തന്നെ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്യണം. അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ബനൂ ഹാഷിമിൽപ്പെട്ട ആ കുടുംബക്കാർ മുഴുവനും അത് ഏറ്റെടുത്തു, അംഗീകരിച്ചു. ഇത്ര വലിയൊരു ഭാഗ്യം. നിബിതങ്ങൾക്ക് ശേഷം ആ പലകയിൽ ആദ്യമായി കിടന്നത് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു തആല അൻഹു. ഇത്രയൊരു ഹദീസിന്റെ മഹത്വം കൊണ്ട് ബാക്കിയൊന്നുമല്ല. നമുക്കൊരു ചെറിയൊരു പ്രസംഗം നടത്തുമ്പോൾ യൂട്യൂബിൽ വ്യാപിക്കണം, വലിയ പേരും പ്രശസ്തിയും കിട്ടണം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശസ്തി ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ മഹാന്മാർ അവർക്ക് സ്ഥാനം കൊടുത്തത് ഹദീസ് പഠിച്ചതിന്റെ പേരിലാണ്. ഇത്രയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ലോകത്തിൽ വ്യാപിപ്പിച്ചതിന്റെ പേരിലാണ്. നമുക്കിവിടെ ഹദീസ് പഠിച്ച മുഹദ്ദിസീങ്ങൾക്ക് വിലയുണ്ടോ? പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിലയുണ്ടോ? ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങൾക്ക് എത്ര സ്വഭാവങ്ങളായിരുന്നു. അദ്ദേഹം വലിയ സഹാവത്തിന്റെ ഉടമയായിരുന്നു. ധാരാളം സദഖകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. കാന യതസദ്ദഖു ബിൽ കസീർ വയഅഖുദു ബിയദിഹി സാഹിബൽ ഹാജത്ത് മിൻ അഹ്ലിൽ ഹദീസ്. അദ്ദേഹം കൊടുക്കുന്ന സദഖ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, ആലിമീങ്ങൾക്ക്, ഇൽമുമായി ബന്ധപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഫയുനാവിലുഹു ബൈനൽ 20 ഇല 30. അന്നത്തെ കാലഘട്ടത്തിൽ 20-30 ദിർഹമുകളും ദിനാറുകളും ഇൽമിന് വേണ്ടി അദ്ദേഹം വാരി ചെലവാക്കുമായിരുന്നു. ഇൽമിന്റെ മാർഗത്തിൽ അദ്ദേഹം കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ. ആ ബുഖാരി ഷരീഫ് ഓതുമ്പോൾ ആ ഇമാമിനെ കുറിച്ച് അറിഞ്ഞാൽ, ആ ഇമാമിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ പരിശുദ്ധമായ അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ മണം, ഭയങ്കരമായ മണം വ്യാപിച്ചതിന്റെ പേരിൽ നാട്ടുകാർ വന്ന മണ്ണ് പോലും എടുത്തിട്ട് ആ മയ്യത്ത് കാണത്തക്ക നിലയിൽ ഖബറിൽ നിന്ന് മണ്ണ് വാരുമായിരുന്നു. അന്നത്തെ ഭരണാധികാരികൾ പിന്നെ അത് തടഞ്ഞു 4 വശവും മതിൽ കെട്ടിയപ്പോഴും ഒരു മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അവിടെ സിയാറത്തിന് പോയപ്പോൾ ആ മതിൽക്കെട്ടിലും കസ്തൂരിയുടെ മണം ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി. നമുക്കെന്താ വലിയ വിലയുണ്ടോ? നമ്മളിവിടെ വന്നിരിക്കും, ഒരു ചായ കുടിച്ചൊരു സമൂസ ബുഖാരി ഖത്തമെന്ന് കേൾക്കുമ്പോൾ ചോദിക്കും, അളിയ എന്തോ ചാപ്പാട്? നമ്മളെന്താ അവിടെ ചോദിക്കുന്നതായിരിക്കും, മട്ടൻ ബിരിയാണിയാണോ, നെയ്ച്ചോറ് ഇറച്ചിയാണോ, അതോ സമൂസയും ചായയാണോ? നമുക്ക് കിട്ടേണ്ടത് അതാണ്. ഈ ഉമ്മത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. അല്ല, ഇമാം ബുഖാരി തങ്ങളുടെ ഒരു ഹദീസിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. ബഹുമാനപ്പെട്ട അബൂ സുർആ റളിയല്ലാഹു തആല വഫാത്താവാനുള്ള സമയം സക്രാത്തിന്റെ ഹാലിൽ കിടക്കാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ല. ശിഷ്യഗണങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അബൂ സുർആ റളിയല്ലാഹു തആലയുടെ അരികിൽ പോയിരുന്നിട്ട് തന്റെ ശിഷ്യഗണങ്ങളെ പറയുകയാണ്, പരസ്പരം ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയുക, ഉസ്താദ് വഫാത്താവാൻ പോവാണ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചൊല്ലിക്കൊടുക്കാം. നമുക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ചൊല്ലി, അത് നീ ചൊല്ലിക്കൊടുക്ക. അത് ഞാൻ പറ്റൂല, നിങ്ങൾ ചൊല്ലി, അത് ഞാൻ എന്നെ കൊണ്ട് പറ്റൂല. എല്ലാവരും അതബ് വരെ പറ്റൂല, ഞാനെങ്ങനെ ഉസ്താദിന് ചൊല്ലിക്കൊടുക്കും? നമുക്ക് ഹദീസ് പഠിപ്പിച്ചെന്ന ഉസ്താദ്, അദ്ദേഹം സക്രാത്തിനാൽ മിണ്ടൽ ഒന്നുമില്ല, ആ ഒരു അവസ്ഥയിൽ കിടക്കാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇദ്ദേഹം പഠിപ്പിച്ചെന്ന ഹദീസ് ഉണ്ടല്ലോ, ഈ അവസാനം മരിക്കുമ്പോൾ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഖിബത്ത് നന്നായി സ്വർഗത്തിൽ പോകുന്നു. ഉസ്താദ് നമ്മളെ പഠിപ്പിച്ച ഹദീസെ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെയാണ് വായിച്ചു പോകാം, മുമ്പൊന്ന് പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തതായിട്ടൊന്നും അതവുകേടാവൂല, സുഖമില്ലാത്തതാവൂല. നമുക്ക് അങ്ങനെ ഇരുന്ന് ഹദീസ് വായിച്ചു പോകാം. ശിഷ്യഗണങ്ങൾ എല്ലാവരും അവിടെ കൂടിയിരുന്നിട്ട് ഹദീസ് ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരുന്നു. സനദിൽ തെറ്റ് വന്നു. സക്രാത്ത് കാലിൽ കിടക്കുന്ന ആൾ ഉടനെ പറഞ്ഞു, അത് തെറ്റാണ്, നിങ്ങൾ വായിച്ചത് തെറ്റാണ്, അത് തിരുത്തി കൊടുത്തിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി വഫാത്തായി. അബൂ സുർആ റളിയല്ലാഹു തആല മഹാന്മാരെ നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ? ഇത്രയും വലിയ ഹദീസ് പഠിച്ച മഹാന്മാർ, ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാർ, ഈ മഹത്തുക്കൾ നമുക്കിവിടെ മനസ്സിലാക്കി പഠിപ്പിച്ചെന്ന ഈ പരിശുദ്ധമായ കിതാബുകളാണ്, ഹദീസുകളാണ് ഇവിടെ പാരായണം ചെയ്യുമ്പോൾ നാട്ടുകാരായ നമുക്കതിനോട് മഹത്വം ഉണ്ടാകണം. ഇവിടെ പോയി നമുക്ക് ബർക്കത്തുണ്ടാകും, നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും, നമ്മുടെ കുട്ടികളുടെ രോഗം മാറും, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറി കിട്ടും, നമ്മുടെ കടങ്ങൾ മാറും, ക്യാൻസർ മാറും, ട്യൂമർ മാറും, മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും ആ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, ആ മഹത്വങ്ങളുടെ ബർക്കത്ത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകണം എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അതിന് ഹദീസും അത് എഴുതിയവരെ കുറിച്ചെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അതിനെ കുറിച്ച് അറിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അവരുടെ ത്യാഗത്തെ കുറിച്ച് നമുക്കറിയണം, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വലിയ മഹത്തുക്കളായിരുന്നു നമുക്ക് ഈ ഹദീസുകൾ നമുക്കിവിടെ പഠിപ്പിച്ചത്.
ചെറിയ കാര്യമല്ല ഇത്, ഇത് വലിയ കാര്യമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത കാര്യമാണിത്. ഈ നമ്മുടെ ഉമ്മത്തുകൾ മനസ്സിലാക്കണം. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസകള്, അവരാണ് ഉലമാക്കള്. നമ്മളിത് ആലിമ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ പുച്ഛമാണ്. ബഹുമാനപ്പെട്ട മഹത്തുക്കൾ എന്താ ഈ ആലിമ്യങ്ങളെ കുറിച്ച് പറഞ്ഞത്? ലൗലൽ ഉലമാഉ ലസാറ അന്നാസു മിസ്ലൽ ബഹായിം. അലി റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഉലമാക്കൾ ഇല്ലെങ്കിൽ ഈ ജനങ്ങൾ മൃഗങ്ങളെക്കാൾ അത് പതിച്ചു പോകുമായിരുന്നു. മൃഗങ്ങളെക്കാൾ അത് പതിച്ചു പോകുമായിരുന്നു. തീർച്ചയായും ഉലമാക്കളാണ് ലിഅന്നഹും യുഖ്രിജൂനഹും മിൻ ഹദ്ദിൽ ബഹീമത്തി ഇലാ ഹദ്ദിൽ ഇൻസാനിയ. മൃഗീയ സംസ്കാരത്തിൽ നിന്ന്, മൃഗീയ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവ ഗുണത്തിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടെത്തിച്ചത് ആലിമീങ്ങളാണ്, ഉലമാക്കളാണ്. അതുകൊണ്ടാണ് ഇസ്കന്ദർ രാജാവ് അദ്ദേഹത്തിന്റെ മുഅല്ലിം, അദ്ദേഹത്തിന്റെ ഉസ്താദിനെ ഭയങ്കരമായ തഅ്ലീം ചെയ്തു. ഇസ്കന്ദർ രാജാവ് ഭയങ്കര തഅ്ലീം ചെയ്യുന്നു. അപ്പൊ ചോദിച്ചു, മാ ബാലുക തുഅല്ലിമു മുഅല്ലിമക അശദ്ദ മിൻ തഅ്ലീമി അബീക. നിങ്ങളുടെ വാപ്പായേക്കാളും, വാപ്പല്ലേ വലുത്, ഉമ്മ അല്ലേ വലുത്. ഈ ഉമ്മയും ഉപ്പയെക്കാളും ഇത്ര വലിയ ആദരവ് ഈ ഉസ്താദിന് കൊടുക്കേണ്ടതുണ്ടോ? ഈ പണ്ഡിതന് കൊടുക്കേണ്ടതുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ രാജാവ് പറഞ്ഞു, രാജ്യത്തിന്റെ കിരീടാവകാശി പറഞ്ഞു, ഇന്ന അബി ഹത്തനി മിനസ് സമാഇ ഇലൽ അർദ് വ ഇന്ന മുഅല്ലിമി റഫഅനി മിനൽ അർദി ഇലസ് സമാ. എന്നെ എന്റെ വാപ്പ മുകളിൽ നിന്ന് താഴെ കൊണ്ടിറക്കി, പക്ഷെ എന്റെ ഉസ്താദാണ് എന്നെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് എന്റെ ഉസ്താദ് പറയുന്നതിനാണ് എനിക്ക് സ്ഥാനം കൂടുതൽ. എന്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ആദരിക്കുന്നത് എന്റെ ഉസ്താദിനെയാണ്, എന്റെ മുഅല്ലിമിനെയാണ്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അർഹമു ഉമ്മത്തി അൽ ഉലമാ വഅർഹമു ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കൾ ഈ ഉമ്മത്തികളിൽ ഏറ്റവും കാരുണ്യം നിറഞ്ഞവരാണ്, ഏറ്റവും വലിയ കരുണയുള്ളവരാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ. എന്താണെന്നറിയോ? എന്ത് ചോദിച്ചു? എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? മാതാപിതാക്കളെക്കാൾ, ഉപ്പ ഉമ്മയേക്കാൾ ഉലമാക്കളാണ് ഈ നാട്ടിൽ, ഈ ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ അമൂല്യ നിധി എന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ ലിഅന്ന അബാഅഹും വ ഉമ്മഹാതിഹിം യഹ്ഫളൂനഹും മിൻ നാരിദ് ദുനിയ വഹും ഐ അൽ ഉലമാ യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ. ഉലമാക്കൾ, വാപ്പായും ഉമ്മായും ദുനിയാവിലത്തെ തീയിൽ നിന്ന് നമ്മളെ തടയും. ഒരു കിണറ്റിലേക്ക് വീഴാൻ പോകുന്ന കുട്ടിയെ കയറി പെട്ടെന്ന് പിടിക്കും, മോനെ കിണറ്. വണ്ടി പോകുമ്പോ ചാടാൻ പോവാം, മോനെ വണ്ടി. വിളക്കിലേക്ക് കൈ നീട്ടി പോകുന്ന കുട്ടിയുടെ കൈ പിടിച്ചിട്ട് മോനെ വിളക്ക, തീയ കത്തിപ്പോകും. അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും. പക്ഷെ ആഖിറത്തിൽ നാറുണ്ട്. ആ നാറ് സൂക്ഷിക്കണം, ആ നരകത്തെ സൂക്ഷിക്കണം. ആ നരകത്തെ സൂക്ഷിക്കാനുള്ള വഴികൾ ഇന്നതൊക്കെയാണ്. ഇത് അക്കമിട്ട് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉലമാക്കളാണ്, ഉസ്താദുമാരാണ്, പണ്ഡിതന്മാരാണ്, മദ്രസകളിലാണ്, എല്ലാ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിലും അറബി കോളേജുകളിലും ദർസുകളിലുമാണ്. അതല്ലാതെ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അവിടെ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ ഉമ്മ ഭയങ്കരമായ ഇബാദത്ത് ചെയ്യുന്ന ഒരു വലിയതായിരുന്നു. ഭയങ്കര കറാമത്തുള്ള മഹദിയായിരുന്നു ഇമാം ബുഖാരി തങ്ങളുടെ ഉമ്മ. ഏറ്റവും വലിയ ദുആ ഉമ്മയുടെ ദുആയാണ്. സലാത്തു ദഅവാത്തിൽ ലാ തുറദ്ദു. എന്റെ പ്രസംഗം കേൾക്കുന്ന ഉമ്മമാര് മനസ്സിലാക്ക്, നിങ്ങളുടെ മക്കളൊക്കെ പിഴച്ചു പോകാൻ കാരണം നിങ്ങൾ ദുആ ഇറക്കാത്തതുകൊണ്ടാണ്. ഞാൻ പല മജ്‌ലിസിൽ പോയി ചോദിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത മാതാപിതാക്കളെ കൈവക്ക്. 4-5 പേര് വെക്കും, 4-5 പേര് വെക്കും. ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കും, തിരിച്ചു ചോദിക്കും. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്ത മക്കൾ കൈവക്ക്. 4-5 പേര് ഇല്ല. ഇതാണ് പ്രശ്നം. എന്താ പ്രശ്നം? എവിടെയാ പ്രശ്നം? മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധമായ ഖുർആൻ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഇസ്ലാം ശരീഅത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 3 ദുആ തട്ടിക്കളയുകയില്ല. അതിലൊരു ദുആഉൽ വാലിദി ലിവലദിഹി, തന്റെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല.
അള്ളാഹു എന്റെ മോനെ പഴപ്പിക്കല്ല്, എന്റെ മോളെ പഴപ്പിക്കല്ല്, കൺകുളിർമയുള്ള മക്കളെ തരണേ അല്ലാ എന്നൊരു ഉമ്മ നെഞ്ചുപൊട്ടി ദ്വാരക്കണം. ഉസ്താദുമാരുടെ കൈകളിലാണ് ദുആ കൊണ്ട് ഇവിടെ ഏൽപ്പിക്കുന്നത്, നമ്മളോടാണ് ഏൽപ്പിക്കുന്നത്. അത് കൊള്ളാമതിരിക്കട്ടെ. എന്നാലും ഓരോ ഉമ്മാന്റെ ഉപ്പാന്റെ ബാധ്യതയാണ് തന്റെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കരളുരുകി ദുആ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ദുആ ചെയ്തു വലുതായ ഒരു കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങള്. കാഴ്ചയില്ല. ഇമാം ബുഖാരി തങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ല. ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു ദുആയുടെ ദുആ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 5 വർഷമല്ല. നമ്മളൊക്കെ ദുആ ചെയ്തിട്ട് 2-3 മാസം അറിയൊന്നുമില്ലേ, പോടെ 3 മാസമായി, മക്കളില്ല, 10 വർഷമായി. ദുആരക്കാം 10 വർഷം കൊണ്ട് ദുആരക്കുന്നു. വലിയ തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, ഉസ്താദന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അവിടെ ഉദീനം കൊടുത്ത് ചെയ്യിപ്പിച്ച്, ഒന്നും ആയിട്ടില്ല. 19 വർഷം മക്കളായവരുണ്ടല്ലോ. 19 വർഷത്തിന് ശേഷം മന്നാനിയാലെ ഉസ്താദിന് ഇപ്പൊ അടുത്ത സമയത്ത് മക്കളെ എത്ര വർഷമായി? സക്കരിയ നബിക്ക് എത്ര നാളായതിനു ശേഷം മക്കളെ കിട്ടിയത്? ഇബ്രാഹിം നബിക്ക് എത്ര വർഷത്തിന് ശേഷം മക്കളെ കിട്ടിയത്? സക്കരിയ പറഞ്ഞ വാക്കെന്താ? വലമ്മക്കും ബിദുആഇ റബ്ബി ശഖിയ. ഞാൻ കിളവനാ അല്ലാഹ്, എല്ലാം നരച്ചു പടച്ചവനെ, എല്ലാം ചുളുങ്ങിപ്പോയി പടച്ചവനെ. എന്റെ പെണ്ണും പിള്ള എന്റെ ഭാര്യക്കോ ഒരു ആവ്യത്വം ഇല്ല, അവളും വന്ധിയാണ്, പ്രസവിക്കാത്തോളുക. എന്നാലും ഞാൻ കുഞ്ഞിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹ് കൊടുത്തില്ല. അവസാനം നമ്മൾ ദുആരക്കും, കുറച്ചു നേരം ദുആരക്കും, പിന്നെ തീർന്നു. കസീറൻ ദുആ. ഇമാം ബുഖാരി തങ്ങളുടെ ഉമ്മ ഭയങ്കരമായിട്ട് ഒരുപാട് ദുആ ചെയ്യും. എന്റെ മോന്റെ കണ്ണിന് കാഴ്ച കൊടുല്ല. ബഹുമാനപ്പെട്ട മഹദി അവറുകൾ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ദിവസം രാത്രി സ്വപ്നം കണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, യാ ഹാദിഹി ഖദ റദ്ദല്ലാഹു അലൈഹി ബസറഹു. അല്ലാഹു തആല നിന്റെ മോന് നല്ല കണ്ണിന് കാഴ്ച കൊടുത്തിട്ടോ. ഭയങ്കര അത്ഭുതം. സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ മകന്റെ കണ്ണ് തുറന്നിരിക്കും. അന്ധനായി ജനിച്ചു, അന്ധനായി വളർന്നു വന്നിട്ട് ഇനി ഒരിക്കലും നമുക്ക് എന്റെ മകന് കണ്ണ് കാണൂല എന്ന് മനസ്സിലാക്കി അങ്ങനെ പോയിരുന്നെങ്കിൽ, ആ ഉമ്മ ആ ഒരു നിരാശയോടെ ജീവിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഈ ബുഖാരി മജ്ലിസിൽ നമുക്ക് ഇരിക്കാൻ കഴിയോ? ഇന്ന് ഈ ബുഖാരി അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല എന്ന പേരിനർഹമായ തിലാവത്തിന്റെ അതേ സ്ഥാനമുള്ള ഈ ഒരു കിതാബിന്റെ മുന്നിൽ നമുക്ക് ഇരിക്കാനും അതിന്റെ തബറ കൊടുക്കാനും നമുക്ക് കഴിയോ? അതാ ഉമ്മാന്റെ ദുആ അല്ലേ ഈ ബുഖാരി ഇമാമിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്, മക്കളെ, ഉമ്മമാര് ഉപ്പാമാര് സ്വാലിഹീങ്ങളായ മക്കളെ വാർത്തെടുത്താൽ അവരുടെ ബാധ്യതയാണ് ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ തിരിച്ചു ദുആ ചെയ്യൽ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ദുആ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ ദുആയ്ക്ക് കൈകൾ ഉയർത്തിയാലും മക്കൾ ദുആ എടുക്കണം ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി. എപ്പോ നമസ്കരിച്ചു കഴിഞ്ഞാലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ 2 ഭാഗത്തുള്ള ദുആ ഇല്ല എങ്കിൽ തീർച്ചയായും പഠിച്ചു പോകാൻ കാരണമാകും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ വന്ന് മക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് എന്ത് തിരക്കുണ്ടായാലും എല്ലാം മാറ്റിവെച്ച് അൽഹംദുലില്ലാഹ് ഉമ്മാന്റെ ഹസ്രത്ത് അവർകൾ സുഖമില്ലാതിരുന്നിട്ട് പോലും ഈ ഒരു മജ്ലിസിന് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചു വരികയും അതിവിടെ തുടങ്ങി വെക്കുകയും ചെയ്താൽ ഈ വർക്കലക്കാർക്കും ഇതിന്റെ പരിസരവാദികൾക്കും ഏറ്റവും വലിയ മഹനീയമാണ്, ഏറ്റവും വലിയ അവർക്ക് അത്ഭുതമാണ്, അവർക്ക് വലിയ സഹായമാണ്. ആപത്ത് മുസീബത്തുകളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ ഈ ഒരു മജ്ലിസ് കാരണമാകും. അതുകൊണ്ട് ഈ മജ്ലിസിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്ത് നാട്ടുകാരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിപ്പിച്ച് ധാരാളം സദഖാത്തുകൾ ഇതുപോലുള്ള അഹ്ലുൽ ഇൽമുകൾക്ക്, ഉലമാക്കൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിലൂടെ തബറുക്കെടുത്ത് നമ്മുടെ മാരക രോഗങ്ങളും ദുനിയാവിയായ ഉഖ്റവിയായ ആവശ്യങ്ങളും നിറവേറുന്നതിന് അല്ലാഹുവിനോട് ചോദിക്കുക. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുന്നതിനോടൊപ്പം മാരകമായ രോഗങ്ങളിൽ നിന്നും മാനസിക പ്രശ്നങ്ങളിൽ നിന്നും പൈശാചികമായ പ്രശ്നങ്ങളിൽ നിന്നും ഈ ബുഖാരി ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട്, ഈ ഒരു സദസ്സിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരുമാറാകട്ടെ, പൂർത്തീകരിച്ചു തരുമാറാകട്ടെ, കബൂലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.